ഇന്നത്തെ ഓൾവേസ് ഓൺ ലോകത്ത് ഉറക്കം എപ്പോഴും ബാക്ക് സീറ്റിലാണ്. ലേറ്റ് നൈറ്റ് വരെ ഉണർന്നിരിക്കും, പുലർച്ചെ എഴുന്നേൽക്കും, എപ്പോഴും തളർന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ, ഉറക്കം കുറച്ചാൽ നേരിട്ട് മെന്റൽ ഹെൽത്തിനെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കാണിക്കുന്നത് ഉറക്കവും മനസ്സിന്റെ ആരോഗ്യവും തമ്മിലുള്ള ഗാഠമായ ബന്ധവും നല്ല ഉറക്കം തിരിച്ചു പിടിക്കാനുള്ള സിമ്പിൾ ഹാക്കുകളുമാണ്. ക്രോണിക് സ്ലീപ്പ് ഡിപ്രിവേഷൻ എന്നാൽ വെറും ക്ഷീണം മാത്രമല്ല, മൂഡ് കൂടുതൽ വഷളാകും, ഇറിറ്റബിൾ ആകും, ആങ്സൈറ്റിയും സ്ട്രെസ്സും കൂടും, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചെറിയ പ്രോബ്ലം പോലും മലയോളം തോന്നും. പഠനങ്ങൾ തെളിയിക്കുന്നത് ഉറക്ക പ്രശ്നവും ഡിപ്രഷനും ആങ്സൈറ്റിയും തമ്മിൽ രണ്ട് വഴിക്കും ബന്ധമുണ്ടെന്നാണ്. നമ്മുടെ മൂന്നാമത്തെ മെന്റൽ ഹെൽത്ത് ഹാക്ക് നല്ല സ്ലീപ്പ് ഹൈജീൻ. ഉറക്കത്തിന്റെ എൻവോൺമെന്റും റൂട്ടീനും ഒന്ന് ശരിയാക്കിയാൽ മതി. 1. ബെഡ്റൂം ആക്കണം സ്ലീപ്പ് സാങ്ച്വറി. ഇരുണ്ടത്, നിശബ്ദം, തണുപ്പ്. ലൈറ്റ് ബ്ലോക്ക് ചെയ്യുക, ഇയർ പ്ലഗ്സ് ഉപയോഗിക്കുക. റൂം ടെമ്പറേച്ചർ 16 മുതൽ 19 ഡിഗ്രി സെൽഷ്യസ് ആക്കി വെക്കുക. 2. കൃത്യമായ സ്ലീപ്പ് ഷെഡ്യൂൾ. വീക്കെൻഡ് ആണെങ്കിൽ പോലും ഒരേ സമയത്ത് കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. 3. റിലാക്സിംഗ് പ്രീ സ്ലീപ്പ് റൂട്ടീൻ ഉണ്ടാക്കുക. പുസ്തകം വായിക്കുക, ചെറുചൂട് വെള്ളത്തിൽ കുളി, കാമിംഗ് മ്യൂസിക് കേൾക്കുക. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ഓഫ് ആക്കുക. മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ് ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ പ്രൊഡക്ഷനെ തകരാറിലാക്കും. ഇതെല്ലാം ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് ചെറുതല്ല. മൂഡ് മെച്ചപ്പെടും, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ കൂടും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആകും, ഇമോഷണൽ റെസിലിയൻസ് ശക്തമാകും. ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് സ്ലീപ്പ് ഹൈജീൻ ചെറുതായി മെച്ചപ്പെടുത്തിയാൽ തന്നെ ആങ്സൈറ്റിയും ഡിപ്രഷനും ഗണ്യമായി കുറയുമത്രേ. ക്വാണ്ടിറ്റി മാത്രമല്ല, ക്വാളിറ്റി കൂടി വേണം. ഇന്ന് രാത്രി മുതൽ ഈ സ്ലീപ്പ് ഹൈജീൻ ഹാക്കുകൾ ട്രൈ ചെയ്ത് നോക്കൂ. നാളെ ഒരു ഹാപ്പിയും ഹെൽത്തിയുമായി എഴുന്നേൽക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കരുത്.